ഇതെൻ്റെ അണ്ണാരയാണ്. ഇഞ്ചി ഞാൻ ഗ്രോ ബാഗിൽ നട്ടൊക്കെയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് ഞാനൊരു അവക്കാഡോൻ്റെ കുരു കുഴിച്ചിട്ടുണ്ടായിരുന്നു. മുളച്ചിട്ടത് കണ്ട അവക്കാഡോൻ്റെ തൈയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ കപ്പലണ്ടിയൊക്കെ നട്ടിട്ടുണ്ട്. എൻ്റെ ഇഞ്ചി കണ്ടോ. എൻ്റെ ഇഞ്ചികളാണ്. ഇഞ്ചിയുടെ ചോട്ടിക്കൊണ്ടുപോയി പപ്പായക്കുരു പാകിയിട്ട് ആ കൂടെ അതും മുളച്ചിട്ടുണ്ട്. നല്ലതാണെങ്കിൽ നിർത്താം എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ പാവലിനൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ റംബൂട്ടാൻ തൈയാണ്. അതിലാണ് ആ കിളിക്കൂട്. ഇതൊക്കെ എൻ്റെ മഞ്ഞളാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വെയിലായതാണ് ഞാൻ നനക്കണേ. ഇവിടെയും കുറച്ച് മഞ്ഞളും ഇഞ്ചിയൊക്കെ ഞാൻ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട്. ഇതെൻ്റെ കപ്പലണ്ടിയാണ്. കപ്പലണ്ടിയുടെ പൂ കണ്ട. കപ്പലണ്ടി കാണിച്ചിട്ട് കണ്ടോ. മുകളിൽ മണ്ണിൻ്റെ മുകളിലായത് കാരണമാണ് ഇതിങ്ങനെ നടക്കണേ. കണ്ടോ. ഇതിൽ നിന്ന് വന്നിക്കണ കപ്പലണ്ടിയാണ്. ഇതൊക്കെ കപ്പലണ്ടി ആയിരിക്കും. ഈ തണ്ട് പോയേക്കണത് കപ്പലണ്ടി ആയിരിക്കും. ഇത് ഞാൻ പറിക്കുമ്പോൾ കാണിച്ചു തരാവേ. ഇതെൻ്റെ പീച്ചിലാണേ. ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ. ഇത് നിറയെ പൂവിടണാണ്. ഇപ്പം പൂവുണ്ടായി നിന്നിരിക്കണം കേട്ടോ. ഇതൊക്കെ എൻ്റെ ചെടിയാണ്. ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷം.